അമ്മ അമ്മ എന്നാ ലാസ്റ്റായിട്ട് കടൽ കാണാൻ പോയത്? എനിക്ക് ഓർമ്മയില്ലേ? എന്തായാലും 28 കൊല്ലത്തിന് മുന്നേ. 28 കൊല്ലം മുന്നേ കല്യാണം കഴിയും മുമ്പ്. കഴിഞ്ഞ വരെ ഒരു വഴിക്ക് പോയിട്ടില്ലല്ലോ. ഞാൻ കടൽ കാണാൻ പോവാ. അമ്മ വരില്ല? അമ്മയില്ലേ? അങ്ങനെ അമ്മേനെ പിന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ച് അമ്മോട് പോയി വരാന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങി പെട്രോൾ അടിച്ച് കൂട്ടുകാരനെയും കൂട്ടി ഇപ്പൊ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ പാടത്തൊക്കെ മുഴുവനായിട്ടും വെള്ളം കയറി കിടക്കാണ്. നമ്മളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തിയപ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഈ ഒരു കുട്ടി ഇങ്ങനെ മണ്ണിൽ കളിക്കുന്നതാണ്. നമ്മളും ചെറുപ്പത്തിൽ ഇതേപോലെയൊക്കെ ആയിരിക്കണം കളിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നി. ബീച്ചിൽ ഈ ഒരു സമയത്ത് വന്ന് ഭയങ്കര രസമാണ്. മഴക്കാലത്ത് വരുമ്പോൾ വെയിലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സമാധാനമായിട്ട് ഇതുപോലെ ഇരിക്കാം. നിങ്ങൾക്കിനി കുറച്ച് ബീച്ചിലെ കാഴ്ചകൾ കാണിച്ചു തരാവേ. അപ്പൊ ഞാനിപ്പോൾ ഈ വന്നിട്ടുള്ള ബീച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നപ്പോൾ പിന്നെ കാണുന്ന കാഴ്ച ഇതാണ്. പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നതാണ്. ഭയങ്കര രസമാണ് ബീച്ചിൽ ഇതേപോലെ ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട്. നമ്മൾ വന്നിട്ടുള്ളത് ഈവനിങ് ആണ്. ആയതുകൊണ്ട് തന്നെ നല്ല വെതർ കാര്യങ്ങളായിരുന്നു. വെയിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കാനും. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം ഞാൻ ഈ ബോൾ ഇതേപോലെ കടലിലേക്ക് പോകുന്നു നോക്കിയിരുന്നു. ഭയങ്കര രസമാണ്. ഇത് അങ്ങോട്ട് പോകും, അതുപോലെ തിരിച്ചു വരും. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിന് ശിവന്മാരുടെ കളിയൊക്കെ മാറി വേറെ കളികളായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ കള്ള് എത്താനായിട്ട് തെങ്ങുമ്മ കയറുന്ന കണ്ടു. ഈ ബീച്ചിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ തെങ്ങ് വരുന്നത്. ഈ തെങ്ങിന്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കളിക്കുന്ന ആൾക്കാർ മാറി. ഒരു അച്ഛനും മോനുമായി. അപ്പൊ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ബോൾ വെച്ചിട്ടല്ല, നമ്മുടെ മീനിന്റെ വലയിലൊക്കെ ഉണ്ടാവുന്നൊരു റിങ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് വെച്ചിട്ടാണ്. ഞാൻ കുറെ നേരം അതൊക്കെ നോക്കിയിരുന്നു. അതിനുശേഷം നമ്മളിപ്പോ തിരിച്ചു പോവാണ്. അപ്പൊ സ്നേഹതീരത്ത് എത്തിയപ്പോ ചായ കുടിക്കാനായിട്ട് നിർത്തിയേക്കാണ്. ഈ ഒരു കടയിലത്തെ പഴംപൊരി കിടിലൻ ടേസ്റ്റ് ആണ്. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.